എന്താണ് നിങ്ങളുടെ ഒരു ദിവസത്തെ റുട്ടീൻ? രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഫോൺ സ്ക്രോൾ ചെയ്യലാണോ? നോട്ടിഫിക്കേഷനുകൾ, റീലുകൾ, വീഡിയോകൾ എല്ലാം ഒന്നിനൊന്നിന് ആവേശം പ്രദാനം ചെയ്യുന്നു. പക്ഷേ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഒന്നും രസകരമായി തോന്നുന്നില്ല. ജോലി ഭാരമായി തോന്നുന്നു. സംഭാഷണങ്ങൾ മങ്ങിപ്പോകുന്നു. ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന ഹോബികൾ പോലും ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. മനസ്സിൽ ഒരു ചോദ്യം ഉണരുന്നു: എന്തുകൊണ്ടാണ് ഒന്നും രസമല്ലാതായത്? വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക. ഉള്ളടക്കം ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനായി മടിക്കരുത്. ആരാണ് ഈ സിറ്റുവേഷനിലെ വില്ലൻ എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഒരു കാര്യം ചെയ്യുന്നത് രസമല്ലാതായി തോന്നുന്നത് മടി മൂലമല്ല, നിങ്ങളുടെ കഴിവുകൾ നഷ്ടപ്പെട്ടതുകൊണ്ടുമല്ല. കാര്യം തലച്ചോറിനുള്ളിലാണ്. അവിടെ പ്രവർത്തിക്കുന്ന ഒരു രാസപദാർത്ഥം ഡോപ്പമിൻ പ്രതിഫലത്തിന്റെയും പ്രതീക്ഷയുടെയും രാസസന്ദേശവാഹകനാണ്. പഴയ കാലത്ത് ഭക്ഷണം കണ്ടെത്തുമ്പോഴും ഒരു പ്രശ്നം പരിഹരിക്കുമ്പോഴും നേട്ടം കൈവരിക്കുമ്പോഴും മാത്രമാണ് ഡോപ്പമിൻ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇന്നത്തെ ആധുനിക ജീവിത രീതിയിൽ ഓരോ ഫോൺ സ്ക്രോളിലും, ഓരോ പിങ്ങിലും, ഓരോ ബിഞ്ചിലും ഡോപ്പമിൻ നിറഞ്ഞിരിക്കുന്നു. സുഹൃത്ത് പോലെ തോന്നുമെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ഡോപ്പമിൻ ശരിക്കും ഒരു വില്ലനാണ്. ഇനി ഈ സിറ്റുവേഷനിലെ ട്രാപ്പ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ചിന്തിച്ചു നോക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സ് കാണുന്നു, അതിനോടൊപ്പം നമ്മൾ ഫോണും പരിശോധിക്കുന്നു. ഇതാണ് ഡോപ്പമിൻ സ്റ്റോക്കിംഗ്. ഒന്നിനൊന്നിന് ഉത്തേജനം. തലച്ചോർ അതനുസരിച്ച് മാറുന്നു. സാധാരണ കാര്യങ്ങൾ ആവേശകരമായി തോന്നാറില്ല. നടക്കൽ, വായന, സുഹൃത്തുക്കളോട് സംസാരിക്കൽ ഒന്നും സന്തോഷം നൽകുന്നില്ല. ഉയർന്ന ഉത്തേജനം മാത്രമേ രസകരമായി തോന്നുന്നുള്ളൂ. ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്ക് ഒരു നായകന്റെ യാത്ര സ്വീകരിക്കാനായിട്ട് സാധിക്കുക? ഇവിടെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ തോറ്റിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് തന്നെ നമ്മുടെ യാത്ര മാറ്റാനുള്ള ശക്തിയുണ്ട്. നായകനാകാനായി കഴിയും. വഴിയൊന്നുമില്ലെന്ന് തോന്നുമ്പോഴും പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുക. ഇതിനായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഒന്ന്, പ്രതിഫലം വൈകിപ്പിക്കുക. ജോലി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഫോൺ പരിശോധിക്കൂ എന്ന് പ്രതിജ്ഞ എടുക്കുക. ഒരു കഠിന കാര്യം ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കുക. വ്യായാമം, എഴുത്ത്, അല്ലെങ്കിൽ ഏറെ താമസിച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് അത് തുടങ്ങുന്നതിനായി ശ്രമിക്കുക. മൂന്നാമതായി, നിശബ്ദത സ്വീകരിക്കുക. ബോറടിക്കുന്ന സമയത്ത് ബോറടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അവിടെ നിന്നാണ് സൃഷ്ടിപരമായ ചിന്തകൾ ജനിക്കുന്നത്. അവസാനമായി, സാധാരണമായ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കണ്ടെത്താനായി ശ്രമിക്കുക. കുറച്ച് ശീലങ്ങൾ മാത്രം, എന്നാൽ ഉദ്ദേശത്തോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവയെല്ലാം തലച്ചോറിനെ വീണ്ടും പരിശീലിപ്പിക്കും. സാധാരണ കാര്യങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നു. ഇനി ഈ മാറ്റം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നോക്കാം. ആദ്യമായി, ഇതൊക്കെ അസ്വസ്ഥമായി തോന്നാം, മൂടൽ മഞ്ഞിൽ നടക്കുന്നത് പോലെ. എന്നാൽ പതുക്കെ പതുക്കെ മൂടൽ മഞ്ഞ് മാറുന്നു. ഭക്ഷണത്തിന്റെ രുചി തിരിച്ചറിയുന്നു. സംഭാഷണങ്ങൾ വീണ്ടും ജീവൻ വയ്ക്കാൻ തുടങ്ങുന്നു. വൈകുന്നേരത്തെ നടപ്പൽ പുതുമ നൽകുന്നു. ലോകം വീണ്ടും നിറം പിടയ്ക്കുന്നു. സന്തോഷം ഒരിക്കലും പോയിട്ടില്ല, അതിനെ മറച്ചു വെച്ചത് അധിക ഉത്തേജനമാണ്. അവസാനമായി, ഒന്നും ജീവിതത്തിൽ രസകരമല്ല എന്ന് തോന്നുമ്പോൾ ഓർക്കുക, ഇത് നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, ഒരു പുതിയ തുടക്കം മാത്രമാണ്. ബോറടിക്കൽ സ്വീകരിച്ച്, നിയന്ത്രണം തിരികെ പിടിച്ച്, ശ്രദ്ധാപൂർവമായ ശീലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സന്തോഷം വീണ്ടും തിരിച്ചു വരുന്നു. പ്രചോദനം നഷ്ടപ്പെട്ടിട്ടില്ല, അത് വീണ്ടും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്.